അല്ല ബാഴ്സലോണയുടെ പ്രശ്നം ഇപ്പം ഡിഫൻസ് തന്നെയാണ്. അരോഹോ പിന്നെ മറ്റേ മാർട്ടിനസ് പോയത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ബാഴ്സലോണയുടെ ആ ഫേമസ് ആയിട്ടുള്ള ഹൈലൈൻ ഗെയിം ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ടോട്ടനമൊക്കെ ട്രൈ ചെയ്യുന്നത് ഈ ഹൈലൈൻ ഡിഫൻസിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഇനിഗോ മാർട്ടിനസ്. ആളാണ് ഇപ്പൊ സൗദി ലീഗിൽ പോയത്. അപ്പൊ അവനും കുബാർസിയും തമ്മിൽ നല്ലൊരു സിംഗർ. പിന്നെ മാത്രമല്ല അവൻ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ടീമിൽ. അറാഹു അങ്ങനല്ല. ആള് പണ്ടേ ക്യാപ്റ്റൻ ആണെങ്കിൽ കൂടിയും ആള് നല്ലൊരു ലീഡർ അല്ല. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ സ്വയം ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം എന്ത് ചെയ്യും, ആ പെർഫോമൻസ് കുറയും. ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ അതിനെ കുറിച്ച് ആലോചിച്ച് ആ ഒരു ഷോക്ക് തന്നെയാണ് പിന്നെ അടുത്ത കളിയെല്ലാം കളിക്കുന്നത്. അപ്പം എന്താവും, കൂടുതൽ കൂടുതൽ മിസ്റ്റേക്ക് വരും. അത് പിന്നെ ഒരു ഏറ്റവും വലിയൊരു ലൂസ് എൻഡ് ആയിട്ട് മാറാണ്. അതാണ് അവസ്ഥ. അപ്പൊ ഈ ഹൈലൈനിൽ ഇപ്പോഴും അറാഹു ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ അറാഹു നന്നായി കളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അറാഹു പോവേണ്ടതാണ് ടീമെന്ന്. പക്ഷേ ഇനിഗോ മാർട്ടിനസ് പോയത് കാരണം അറാഹുവിനെ വെച്ചു എന്നുള്ളൂ. വേറെ ഡിഫൻഡർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് ഡിഫൻസ് പ്രശ്നമാണ്. അപ്പൊ ഇത്തവണ എത്രത്തോളം ഈ ഹൈലൈൻ ഡിഫൻസ് കളിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പഴയ പോലെ തന്നെ ആയിരിക്കും. ഹൈലൈൻ ഡിഫൻസ് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഇത്ര ഗോളും കിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. അത് റഫീനി ഉണ്ടെങ്കിലും ലെവൻഡോസ്കി ഉണ്ടെങ്കിലും യമാൽ ഉണ്ടെങ്കിലും ഒന്നും കാര്യമില്ല. കാരണം ഹൈലൈൻസ് ഡിഫൻസ് കൊണ്ടാണ്. കാരണം ബാക്കി 10 പേരും അറ്റാക്കിലാണ് ഇരിക്കുന്നത്. അത്രയും സെൻട്രൽ ലൈനാണ് ഹൈലൈൻ എന്ന് പറയാം. അത്രയും ലൈനിലാണ് നിൽക്കുന്നത്. അതാണ് ഡിഫൻസീവ് ലൈൻ ബാഴ്സലോണ ഉണ്ടായിരുന്നത്.